നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ തിരക്കിന്റെയും ഈ അലച്ചിലിന്റെയും ഒക്കെ ഇടയിൽ പഠിച്ചോ നമ്മളോട് പറയാ, എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു 5 നേരം എന്നോട് വന്നിട്ട് വർത്താനം പറയുന്നു കേട്ടോ, അത് മറക്കരുത് കേട്ടോ. അത്രയേ ഉള്ളൂ നിസ്കാരം. എനിക്കിപ്പോ പഠിച്ചവനോട് എത്ര നല്ല ബന്ധമുണ്ട് എന്നറിയാൻ 2 മാർഗ്ഗമുള്ളൂ. സിമ്പിളാ. ഒന്നെന്താണ്, എന്റെ നിസ്കാരം എങ്ങനെ ഉണ്ട് നോക്കിയാൽ മതി. നിസ്കരിക്കണ്ടോന്നുള്ളതല്ല, എന്റെ നിസ്കാരം എങ്ങനെയുണ്ട്. രണ്ടാമത്തേത്, പഠിച്ചവൻ തന്നൊരു പുസ്തകമുണ്ട്, അതുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയുണ്ട്. അത് 2 നോക്കിയാൽ മതി. നിങ്ങൾ സുബഹിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാൾ സുബഹിനെ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ, മൂടി പതിച്ച് സന്തോഷത്തോടെ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ച് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ സുബഹ് നേരത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അയാളുടെ പുലരിയെ ബലി കൊടുക്കുകയാണ്. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുലരിയെ അയാൾ ബലി കൊടുക്കുകയാണ്. കഷ്ടപ്പാടാണ്. പക്ഷെ ആ കഷ്ടപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ തയ്യാറായതുപോലെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ, പുലരിയെ അയാൾ ബലി കൊടുക്കുന്ന പരിപാടിയാണ് സുബഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നിസ്കാരങ്ങൾ ശരിക്ക് പഠിച്ചവനോടുള്ള നമ്മുടെ കണക്ഷനാണ്. അതിനെന്ത് വേണം? അതിനാ ക്വാളിറ്റി ടൈം വേണം. അത്രയേ ഉള്ളൂ. പഠിച്ചവനോടുള്ള ബന്ധം നിലനിർത്താൻ പഠിച്ചവനൊരൊറ്റ വഴിയെ പറഞ്ഞെന്ന്, പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈം. മനുഷ്യന്മാരോടുള്ള ബന്ധം നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും എന്താണ്? ക്വാളിറ്റി ടൈം. എപ്പോഴാണോ അതിങ്ങനെ കുറഞ്ഞു പോകുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ബന്ധങ്ങൾ കുഴപ്പത്തിലാവും.